വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ കോട്ടയത്തേക്ക്. അതെ, കോട്ടയത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ആദ്യമായി മത്സര ചിത്രം തെളിഞ്ഞ മണ്ഡലം എന്ന പ്രത്യേകതയാണ് ഇക്കുറി കോട്ടയത്തിനുള്ളത്. സ്ഥാനാർത്ഥികളെ ആദ്യമേ പ്രഖ്യാപിക്കുന്നു. 44 വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ മുഖാമുഖം പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇറങ്ങിയത് UDF-ന്റെ പതാകയും പിടിച്ചാണെങ്കിൽ ഇത്തവണ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇറങ്ങുന്നത് LDF-ന്റെ പതാകയും പിടിച്ചാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല മത്സര രംഗം വളരെ ആദ്യം തന്നെ ചിത്രം വ്യക്തമായ മണ്ഡലവും കോട്ടയമാണ്. അല്ലെ, ഫ്രാൻസിസ് ജോർജും തോമസ് ചാഴികാടനും. അപ്പോൾ ഉറച്ച കോട്ടയാണ് UDF-ന്റെ. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UDF-ൽ ഉണ്ടായിരുന്ന പ്രബലമായ കക്ഷി LDF-ലേക്ക് എത്തുമ്പോൾ UDF-നെ സ്ഥിരമായി വിജയിപ്പിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഇക്വേഷൻ ഇത്തവണ കോൺഗ്രസും ജോസഫും തമ്മിലുള്ള ഇക്വേഷനായി മാറുമോ എന്നതേ നമുക്കറിയണ്ടു. പരമ്പരാഗത ശത്രുക്കൾ ഏറ്റുമുട്ടുന്നതാണ് അല്ലെ, ജോസഫും മാണിയും തമ്മിൽ. അതൊരു പരമ്പരാഗത ശത്രുത കൂടിയാണല്ലോ. രണ്ടായിട്ട് വിഭജിച്ചു നിന്ന് മത്സരിച്ചിട്ടുള്ള ആളുകളാണ്, രണ്ട് മുന്നണികളായി. പക്ഷേ അവിടെ ഉണ്ടല്ലോ ഉണ്ണി സാർ, പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടത് എന്താണ്? കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ ചലനം ഇടതുപക്ഷത്തേക്ക് പോയി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതിരുന്നതാണ്. അത് കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണി മൈനസ് കോൺഗ്രസ് എന്നത് എത്രത്തോളം ഉണ്ട് എന്നത് അറിയാൻ ഈ തെരഞ്ഞെടുപ്പിന് ഫലം ഇതൊരു കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് റെഫറൻസ് ആയിരിക്കും. നമുക്ക് കോട്ടയത്തിന്റെ ചരിത്രം ഒന്ന് കണ്ടുവരാം. പൊളിറ്റിക്കൽ ഹിസ്റ്ററി. വോട്ടുകൊണ്ട് കോട്ട കെട്ടുന്ന നാടാണ് കോട്ടയം. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിക്കോട്ടയും KM മാണിയുടെ പാലാക്കോട്ടയും ഉണ്ടായിരുന്ന മണ്ഡലം. ഇഷ്ടപ്പെട്ടാൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കോട്ടയം മനസ്സാണ് കോട്ടകളുടെ ആണിക്കല്ല്. UDF കോട്ടയാണെങ്കിലും ഇടതുപക്ഷത്തെയും നെഞ്ചിലേറ്റിയിട്ടുണ്ട് കോട്ടയം. 1952 കോട്ടയം മണ്ഡലം രൂപീകരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി CP മാത്യുവിനായിരുന്നു ആദ്യ ജയം. 1957-ലും 62-ലും കോൺഗ്രസിലെ മാത്യു മണിയാടൻ വിജയിച്ചു. 1967-ൽ കോൺഗ്രസിന് കാലിടറി. KM എബ്രഹാമിലൂടെ കോട്ടയത്ത് ആദ്യമായി ചെങ്കൊടി പാറി. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മുമായി ചേർന്ന് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു. വർക്കി ജോർജും സക്കറിയ തോമസും ഡൽഹിയിലെത്തി. 1984 ആയപ്പോഴേക്കും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി. കേരള കോൺഗ്രസുകൾ ഒന്നിച്ച 1984-ലെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സക്കറിയ തോമസിന്റെ ഹാട്രിക് മോഹം പൊലിഞ്ഞു. CPIM-ലൂടെ സുരേഷ് കുറുപ്പ് കോട്ടയം ചുവപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിനിടയിലായിരുന്നു ചരിത്ര വിജയം. 1989-ൽ രമേശ് ചെന്നിത്തല കോട്ടയത്തെ വീണ്ടും കോൺഗ്രസ് പാളയത്തിലെത്തിച്ചു. 1991-ലും 96-ലും രമേശ് ചെന്നിത്തല വിജയം ആവർത്തിച്ചു. 1998-ൽ കോട്ടയം വീണ്ടും സുരേഷ് കുറുപ്പിനൊപ്പം നിന്നു. 1999-ലും 2004-ലും സുരേഷ് കുറുപ്പ് നിഷ്പ്രയാസം വിജയിച്ചു കയറി. തുടർച്ചയായ പരാജയത്തോടെ മണ്ഡലം കേരള കോൺഗ്രസ് ഏറ്റെടുത്തു. മാണി ഗ്രൂപ്പിന്റെ അഭിമാന പോരാട്ടത്തിൽ ജോസ് കെ മാണിക്ക് മുന്നിൽ സുരേഷ് കുറുപ്പിന് കാലിടറി. 2004-ലും ജോസ് കെ മാണി വിജയം ആവർത്തിച്ചു. 2019-ൽ തോമസ് ചാഴികാടൻ UDF-നായി മണ്ഡലം കാത്തു. അതിനിടയിൽ അടിമുടി മാറ്റങ്ങൾക്കും നിർണായക കൂടുമാറ്റങ്ങൾക്കും കോട്ടയം സാക്ഷിയായി. തോമസ് ചാഴികാടൻ LDF സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ ജനവിധി തേടുന്നത്. MP ഫണ്ടിന്റെ വിനിയോഗം 100% കേരളത്തിൽ ആദ്യമായി നേടിയെടുത്ത ആൾ ഞാനാണ്. റെയിൽവേയുടെ വികസനം വേണ്ട വിധത്തിൽ നടക്കാതിരുന്ന റെയിൽവേ വികസനം 945 കോടി രൂപയുടെ വികസനം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായത്. ഇരട്ടപ്പാത അതിൻ്റെ പൂർത്തീകരണം വളരെ വേഗത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജാണ് UDF സ്ഥാനാർത്ഥി. പിളർപ്പിന് ശേഷം ജോസ് കെ മാണിക്കും കൂട്ടർക്കും 2 ചിഹ്നം കിട്ടിയതിൽ നിർണായകമായത് MP ആയിരുന്ന തോമസ് ചാഴികാടന്റെ നിലപാടായിരുന്നു. നിർണായക ഘട്ടത്തിൽ ജോസ് കെ മാണിക്കൊപ്പം പോയ ചാഴികാടനെ വീഴ്ത്തേണ്ടത് അഭിമാന പ്രശ്നമായാണ് ജോസഫ് ഗ്രൂപ്പ് കരുതുന്നത്. ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ ഇത് റബ്ബറിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടേറെ ടൂറിസം സാധ്യതകൾ, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, മാധ്യമങ്ങളുടെ കേന്ദ്രം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും സവിശേഷതകളുള്ള ഈ മണ്ഡലം, ഇവിടെ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും ഒക്കെ ഉണ്ട്. മുൻഗാമികൾ തുടങ്ങി വെച്ചിട്ടുള്ള പൂർത്തീകരിക്കപ്പെടേണ്ട പദ്ധതികൾ, പുതിയ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന പുതിയ പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുക, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരത്തെ ത്രികോണ മത്സരമാക്കി മാറ്റാനാകും എന്ന പ്രതീക്ഷയിലാണ് NDA. BDJS ഇതിനകം സീറ്റിൽ കണ്ണുവച്ചിട്ടുണ്ട്.
കഴിഞ്ഞ തവണ PC തോമസ് നേടിയ 1.5 ലക്ഷത്തിലേറെ വോട്ടാണ് കോട്ടയത്തേക്ക് കണ്ണറിയാൻ BDJS-നെ പ്രേരിപ്പിക്കുന്നത്. അതായത് ജാതി, രാഷ്ട്രീയം, മതം ഇതൊന്നും നോക്കിയിട്ട് ഒന്നുമല്ല, അല്ലെങ്കിൽ അവിടുത്തെ ജാതീയത ഇതൊന്നും. പക്ഷേ സാമുദായിക സന്തുലിതാവസ്ഥ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മീനച്ചലാറും മണിമലയാറും എണ്ണിയാൽ തീരാത്ത ചെറുപുഴകളും ചേരുന്ന പുഴക്കൂട്ടത്തിനിടയിലാണ് കോട്ടയത്തിന്റെ കിടപ്പ്. മലയിൽ മഴ പെയ്താൽ ഏതുവഴി മലവെള്ളം വരുമെന്ന് പ്രവചിക്കുക അസാധ്യമായതുപോലെയാണ് ഇത്തവണ കോട്ടയത്തിന്റെ മനസ്സും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. അക്ഷരനഗരിയായ കോട്ടയം രാഷ്ട്രീയ സാക്ഷരതയുടെ കാര്യത്തിലും മുന്നിലാണ്. കോട്ടയത്ത് നിങ്ങൾ ചെന്നിറങ്ങി നോക്കിക്കോളൂ. ചോദിക്കുന്ന മനുഷ്യരിൽ ഒരു കേരള കോൺഗ്രസ്സുകാരനെ നിങ്ങൾക്ക് കാണാം. രണ്ടിലൊരാൾ കേരള കോൺഗ്രസ്സുകാരനോ ആയിരിക്കും, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ളവരായിരിക്കും. കോൺഗ്രസിലോ അല്ലെങ്കിൽ CPM-ലോ നോക്കിയാലും ഒരു കേരള കോൺഗ്രസ് സ്വഭാവം. ആ മണ്ഡലത്തിൽ ചെന്നിറങ്ങി ആരെടുത്തും നിങ്ങൾ ഹോട്ടലുടമയോട് ചോദിക്കൂ, നിങ്ങൾ അവിടെ ഒരു റബ്ബർ കർഷകരോട് ചോദിക്കൂ, അവിടെ ഈ കോട്ടയം ചന്തയിൽ വന്ന് നിൽക്കുന്ന, താഴത്തങ്ങാടിയിൽ വന്ന് നിൽക്കുന്ന ഒരു സാധാരണ മീൻ കച്ചവടക്കാരോട് ചോദിക്കൂ, അവരിലൊരു കേരള കോൺഗ്രസ്സുകാരനുണ്ടാവും. അങ്ങനെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം അടിമുടി പേറി നിൽക്കുന്ന കോട്ടയം മണ്ഡലത്തിൽ രണ്ട് കോൺഗ്രസ് കരുത്തരായിട്ടുള്ള കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടുമ്പോൾ എന്തായിരിക്കും ചിത്രം? കോട്ടയത്തിന്റെ ഫോട്ടോഗ്രാഫ്. പക്ഷേ ചരിത്രത്തിലേക്ക് പോയാൽ രമേശ് ചെന്നിത്തലയെ ഊട്ടി വളർത്തിയ നാടാണ്. 3 തവണ തുടർച്ചയായി രമേശ് ചെന്നിത്തല ജയിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സുരേഷ് കുറുപ്പിനെയും സമാനമായി 3 തവണ ജയിപ്പിച്ചിട്ടുണ്ട്. 3 തവണ. പക്ഷേ എങ്ങനെയാണ് കഴിഞ്ഞ 2014 മുതലുള്ള കോട്ടയത്തിന്റെ ഫോട്ടോഗ്രാഫ് നമ്മളോട് പറയുന്നത് നോക്കൂ. 2014 ഒരു ചെറിയ പിശക് സംഭവിച്ചിട്ടുണ്ട്. ആ പിശക് എന്നുള്ളത് ഈ യഥാർത്ഥത്തിൽ UDF-ൽ നിന്ന് ജയിച്ച് LDF-ലേക്ക് വരുന്ന കേരള കോൺഗ്രസ് മാണിയെ പോലെ തന്നെയാണ് ഇവിടെ ഒരു പിശക് സംഭവിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഗ്രാഫ് എന്നുള്ളത് UDF-ന്റെ ഗ്രാഫാണ്. 2014 50.96% കൂടിയാണ് ജോസ് കെ മാണി പാർലമെന്റിലേക്ക് പോകുന്നത്. അവിടെ നിന്നും 46% താഴ്ന്നുവെങ്കിലും, അതായത് നമ്മളുടെ സംസ്ഥാനത്ത് ഒരു വലിയ ശക്തമായിട്ടുള്ള കോൺഗ്രസ് തരംഗമാഞ്ഞടിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4% കുറഞ്ഞാണ് പോകുന്നതെങ്കിലും തൊട്ടയൽ ജില്ല പത്തനംതിട്ട കേട്ടോ. പത്തനംതിട്ട മാത്രമല്ല, നോക്കൂ, ആ സമയത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒന്നാകെ UDF തരംഗം ഉണ്ടാകുമ്പോൾ PC തോമസ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. 17%. ആ 17% വർധനമെന്ന് പറഞ്ഞാൽ ചെറുതല്ല, 12% വർധനമാണ്. എവിടെ? BJP-ക്ക്. BJP 12% വർധനം ഉണ്ടാക്കുന്നത് കൊണ്ടുകൂടിയാണ് ജോസ് കെ മാണിയുടെ പക്കലുണ്ടായിരുന്ന 50% 46% ചുരുങ്ങുന്നത്. 4% BJP-ക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 2021 LDF തരംഗം ആഞ്ഞു വീശുമ്പോഴും UDF-നോടൊപ്പമാണ് കോട്ടയം നിന്നത്, അല്ലേ ഉണ്ണിബാലൻ? UDF 5 മണ്ഡലങ്ങൾ UDF-നൊപ്പം. 2 മണ്ഡലം മാത്രമാണ് LDF-ന് കിട്ടിയത്. വൈക്കത്ത് CK ആശ, ഏറ്റുമാനൂര് VN വാസവൻ. നോക്കൂ, അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് ലീഡ് നേടിക്കൊടുത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. എന്നാൽ LDF-ന്റെ വളർച്ച നോക്കൂ. LDF 37.13 നിന്ന് 34.58 താഴ്ന്നു. പക്ഷെ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉയരുന്നുണ്ടെങ്കിലും UDF-നെ മറികടക്കാൻ സാധിക്കുന്നില്ല. അതേസമയം NDA PC തോമസിലൂടെ നേടിയ മേൽക്കൈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ കൈവിടുന്നത് കാണാം. ശരാശരി 9% പക്ഷെ വർധനമുണ്ടാകുന്നു 2014 അപേക്ഷിച്ച്. അതായത് ഒരു 10% വോട്ട് BJP-ക്ക് കോട്ടയത്ത് നിസ്സംശയം പറയാം. പക്ഷേ വേറെ കാര്യം കൂടിയുണ്ട്. അവിടെ PC തോമസ് ആണ് സ്ഥാനാർത്ഥി എന്നതും വളരെ പ്രധാനമാണ്. PC തോമസ് വിജയിച്ചിട്ടുള്ള MP ആണ്. NDA-യുടെ ഭാഗമായി നിന്ന് കൂടി ഓർക്കണം നമ്മൾ. ഇന്ന് PC തോമസ് നിൽക്കുന്നത് ആരെയാ തോപ്പിച്ചത്? ജോസ് കെ മാണിയെ തോപ്പിച്ചുകൊണ്ട് തോമസ് NDA-യുടെ ഭാഗമായി വിജയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ PC തോമസ് ഇപ്പോൾ നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിന് അത് ഏതെങ്കിലും തരത്തിൽ ഗുണപ്പെടുമോ എന്നതാണ് ചോദ്യം. അതെ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. ക്വസ്റ്റ്യൻ നമ്പർ 1 സുജയ. ക്വസ്റ്റ്യൻ നമ്പർ 1, പാർലമെന്റ് അംഗം, അതായത് കോട്ടയത്തിന്റെ MP തോമസ് ചാഴികാടൻ ജയിച്ചത് UDF-ൽ നിന്ന്, ഇപ്പോൾ നിൽക്കുന്നത് LDF-നൊപ്പം. തോമസ് ചാഴികാടൻ എത്രത്തോളം മണ്ഡലത്തിൽ പോപ്പുലർ ആണ്? പാലയ്ക്കും കോട്ടയത്തിനും മാണി സാർ അല്ലാതെ മറ്റൊരു നേതാവിനെ കിട്ടുന്നത് ജോസ് കെ മാണി വരുമ്പോഴാണ്, പിന്നെ തിരുവഞ്ചൂര് വരുമ്പോഴാണ്. അതെ, ഈ സുരേഷ് കുറുപ്പൊക്കെ പോയതിനു ശേഷം, രമേശ് ചെന്നിത്തലയൊക്കെ പോയതിനു ശേഷം. പക്ഷേ തോമസ് ചാഴിക്കാടന് അവരുടെ പൊളിറ്റിക്കൽ ഇമേജിലേക്ക് എത്താൻ സാധിച്ചു. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മളോട് പറയും. 94%. മോശമല്ലെന്നേ പറയാം. അതാണ്, അതായത് ഒരു സാറ്റിസ്ഫാക്ടറി അല്ല. അതായത് മുഴുവൻ ആളുകളും അറിയുന്നില്ല എന്നുള്ളതാണ് തോമസ് ചാഴിക്കാടനെ. അത് ഞാനെപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് അറിയാൻ വയ്യാത്തതൊന്നുമല്ല. തോമസ് ചാഴിക്കാടനുള്ള ഒരു എതിർപ്പ് കൂടി വേണമെങ്കിൽ അങ്ങനെയല്ല, ഒരു പൊതുവെ ഒരു കോൺഗ്രസ് മനസ്സുള്ള, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മനസ്സുള്ള കോട്ടയംകാർ കൃത്യമായിട്ട് അത് പറഞ്ഞു വെക്കും. അങ്ങോട്ടേക്ക് മാറിയത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരള കോൺഗ്രസ് മാണിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ പോലും തോമസ് ചാഴിക്കാടൻ സജീവമാവുന്നു നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് 2 ഫേസേ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പാർട്ടിയിലുള്ളൂ. അതിലൊന്ന്
ജോസ് കെ മാണിയാണ്, മറ്റൊന്ന് റോഷിയാണ്. ഇപ്പൊ മന്ത്രിയായിരിക്കുന്നുണ്ട് റോഷിയ. അപ്പം ഇവർ രണ്ടുപേരും അല്ലാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് മറ്റൊരു നേതാവിനെ നമ്മൾ സാധാരണക്കാർക്ക് പോലും ചോദിച്ചാൽ അറിയില്ല. അവിടെയാണ് തോമസ് ചാഴിക്കാടൻ പ്രസക്തമാവുന്നത്. പക്ഷേ മണ്ഡലത്തിലുള്ള 94% ആളുകൾക്കും തോമസ് ചാഴിക്കാടന്റെ പേരറിയാം. മാത്രമല്ല തോമസ് ചാഴിക്കാടൻ അങ്ങേയറ്റം സൗമ്യനായ ഒരു നേതാവാണ്, വളരെ സൗമ്യനാണ്. മാത്രവുമല്ല ആ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും പരിചിതനുമാണ്. ചാഴിക്കാടന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് ചാഴിക്കാടന്റെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത്. വളരെ പോപ്പുലറാണ്. അതായത് കോട്ടയത്തിന് പുറത്ത് പെർഫോം ചെയ്യുന്ന ഒരു നേതാവേ അല്ല, കോട്ടയത്തിന് അകത്ത് മാത്രം നിൽക്കുന്ന ഒരു നേതാവാണ് തോമസ് ചാഴിക്കാടൻ. അങ്ങനെ അകത്ത് നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നടന്നു പോകുന്ന വഴികളിൽ പോലും പുല്ലിനെ വേദനിപ്പിക്കാത്ത മനസ്സാണ് തോമസ് ചാഴിക്കാടൻ എന്ന് പറഞ്ഞാൽ അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നടക്കുന്നത് തോമസ് ചാഴിക്കാടൻ. എങ്കിൽ നോക്കൂ കോട്ടയത്തിന്റെ പെർഫോമൻസ്, ചാഴിക്കാടന്റെ പെർഫോമൻസ് എങ്ങനെയെന്ന് കോട്ടയം എങ്ങനെയുണ്ട് MP ചോദ്യത്തിന് കോട്ടയംകാർ മറുപടി പറയുന്നു. കോട്ടയത്തിന് കൊള്ളാമോ കൊള്ളത്തില്ലേ എന്നീ 2 ചോദ്യങ്ങളേ ഉള്ളൂ. കൊള്ളാം എന്ന് പറയുന്നവർ, അതായത് മികച്ചത് എന്നും വളരെ മികച്ചതെന്ന് പറയുന്നവരും ഒരുമിച്ച് കൂട്ടിയാൽ that's a good number. 41.7. 41.7. വളരെ നല്ല കണക്കാണ്. ചാഴിക്കാടന് അനുകൂലമാണ്. മോശമെന്ന് പറയുന്നത് 20.8 മാത്രം. പരീക്ഷ പാസ്സായി, അതായത് 2 ഇരട്ടിയാണ്. മോശമെന്ന് പറയുന്ന ഒരു 20%, നല്ലത് എന്ന് പറയുന്നത് 41%. നല്ല ഗുഡ് മാർക്കാണ്. അതെ, കൊള്ളത്തില്ലെന്ന് പറയുന്നവരെക്കാൾ കൊള്ളാമെന്ന് പറയുന്നവർ ഇരട്ടിയോളം ചാഴിക്കാടനോടുള്ള ഇഷ്ടമാണ്. അതെ, ചാഴിക്കാടനോട് ഇഷ്ടമാണ്, ഇഷ്ടമാണ് ചാഴിക്കാടനോട്. നോക്കൂ, കോട്ടയത്തിന് അങ്ങനെ ചാഴിക്കാടനെ ഇഷ്ടമാണ് എന്നതാണ് ഈ കണക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചാഴിക്കാടന്റെ MP എന്ന നിലയിലുള്ള പെർഫോമൻസ്, ഓരോ മുക്കിലും മൂലയിലും ചാഴിക്കാടന്റെ പേരുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട്, വെയിറ്റിംഗ് ഷെഡുകളുണ്ട്. ചാഴിക്കാടന്റെ സാന്നിധ്യം ആ മണ്ഡലത്തിൽ പലയിടങ്ങളിലും റോഡായി, ബസ് സ്റ്റാൻഡായി, പല വികസന പ്രവർത്തനങ്ങളായിട്ട് ഡിസ്പ്ലേ ഉണ്ട്. കോട്ടയം മണ്ഡലത്തിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ മനസ്സിലാക്കാം. നമുക്ക് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് പോയപ്പോൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതെ, ചാഴിക്കാടന്റെ ഡിസ്പ്ലേ എല്ലായിടങ്ങളിലും ഉണ്ട്. ആ അർത്ഥത്തിൽ സെൽഫി പോയിന്റിൽ എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ആദ്യത്തെ ചുവരെഴുത്തും ചാഴിക്കാടൻ. എക്സാക്ട്ലി. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ. ഓക്കേ, അടുത്ത ചോദ്യം. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ കോട്ടയംകാർ ഏത് വിഷയമാണ് അവരുടെ മനസ്സിൽ പ്രധാനമായും കാണുന്നത്? ഏതിനാണ് അവർ പ്രാമുഖ്യം നൽകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻസേഴ്സ് ഓൺ സ്ക്രീൻ. കോട്ടയത്തിന്റെ വോട്ട് മനസ്സിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോകുന്നു. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് 12% മാത്രം. അയോധ്യ 2.7. വികസന പ്രവർത്തനം നോക്കൂ, 32.7%. 32%. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ, പിന്നീട് അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് 32% ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് നിശ്ചയമായും തോമസ് ചാഴിക്കാടന് ഗുണകരമാണ്. കാരണം വെച്ചാൽ 41% ആളുകളും വികസന പ്രവർത്തനത്തിൽ വളരെ മുന്നിലാണ് MP എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് വലിയൊരു കണക്കാണ്. അഴിമതി 16.9%, വിലക്കയറ്റം 19.7% ആകുമ്പോൾ അതൊരു ആന്റി ഇൻകംബൻസി ആണ്. അത് എത്രയാ വരുന്നത്? 36.6%. അതാണ് ഞാൻ പറഞ്ഞത്. അത് ചാഴിക്കാടനെതിരാണ്. അതായത് ചാഴിക്കാടനോട് സ്നേഹമുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിനോട് മമതയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുമോ ചാഴിക്കാടനെ വിലയിരുത്തുമോ എന്നതാണ് ചോദ്യം. അതൊരു പ്രശ്നമാണ്. പാർട്ടി മാറിയതിനുള്ള കൃത്യമായ മറുപടി കോട്ടയം കൊടുക്കുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കാം, ആ ചോദ്യങ്ങളിലേക്ക് കൂടി നമ്മൾ എത്തുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു അല്ലേ? അതെ, വളരെ പെട്ടെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കോൺഗ്രസ് മനസ്സുള്ള കോട്ടയത്തിന്റെ മനസ്സിലെ പ്രധാനമന്ത്രി ആരാണ്? രാഹുലോ അതോ നരേന്ദ്രമോദിയോ? കോട്ടയത്തെ പലരും കണ്ണുവെക്കുന്നുണ്ട്, BDJS കണ്ണുവെക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ സാധ്യത കൂടി മനസ്സറിഞ്ഞുകൊണ്ടാണോ എന്നത് നോക്കാം നമുക്ക്. ഓൺ സ്ക്രീൻ ആരാണ് കോട്ടയത്തെ സ്ഥാനാർത്ഥി സാധ്യത? ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. ഇഞ്ചോടിഞ്ച് 1% വ്യത്യാസമേ ഉള്ളൂ. സഭകൾ 34 ആണ് രാഹുൽ ഗാന്ധി, 33 നരേന്ദ്രമോദി, കേവലം 1%. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ 1.1%. ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങൾക്കിടയിൽ BJP നടത്തിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഏറെക്കുറെ ആ അർത്ഥത്തിൽ ഫലപ്രദമായി എന്ന് മാത്രമല്ല മണിപ്പൂര് അത്ര കാര്യമായി ഏറ്റിട്ടില്ലെന്ന് മാത്രവുമല്ല, ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ, ഏറ്റവും ഒടുവിൽ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ തട്ടിൽ പോയിട്ട് തിരിച്ചുവന്ന് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ചേർത്തിരിക്കാവുന്ന ഒരു കണക്ക് കൂടി പറയട്ടെ. കോട്ടയം പാർലമെന്റ് സീറ്റിലെ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ശതമാനം എന്ന് പറയുന്നത് 38.7 ആണ്. അതായത് 4,65,284 ക്രിസ്ത്യൻ വോട്ടർമാരുണ്ട് കോട്ടയത്ത്. 40% വോട്ട് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് വളരെ പ്രധാനമാണ്. പത്തനംതിട്ടയും അങ്ങനെ തന്നെയാണ്. 40% വോട്ടാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലുള്ളത്. അതുപോലെ തന്നെ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 56.3%, 6,76,886 വോട്ടുകൾ. അതായത് പരമ്പരാഗതമായി കോൺഗ്രസിനോടൊപ്പം കേരള കോൺഗ്രസിനോടൊപ്പം അടിയുറച്ചു നിന്നിരിക്കുന്ന വോട്ട് ബാങ്കുകൾ ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആ വോട്ട് ബാങ്കുകളിൽ കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു. അവിടെയാണ് ഇലക്ഷനിയറിംഗ് പ്രധാനപ്പെട്ടത്. നരേന്ദ്രമോദിയുമായി സഭാ മേലധ്യക്ഷന്മാർ ചർച്ച നടത്തുന്നത് അവിടെ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ കോട്ടയം മാറുന്നുണ്ട്.
ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. പക്ഷെ അതിന് ഉത്തരം അറിയണമെങ്കിൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മോദി സർക്കാരിനെ വിലയിരുത്തുന്നത് എങ്ങനെ? പെർഫോമൻസ്, നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രകടനം എങ്ങനെയുണ്ട്? കോട്ടയത്തിന്റെ മറുപടിയിലേക്ക്. മികച്ചതാണോ അതോ മോശമായോ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രകടനം? നോക്കാം. ആൻസർ ഓൺ സ്ക്രീൻ. കോട്ടയത്തിലെ വോട്ടർമാരുടെ മനസ്സ് തുറക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന് മാർക്കിടുമ്പോൾ മികച്ചതും വളരെ മികച്ചതും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 36%-ലധികമാണ്. 37%. 37%. അതേസമയം മോശമാണെന്ന് പറഞ്ഞ എത്രയാണെന്നറിയോ? 27%. അതായത് നോക്കൂ, 10% വ്യത്യാസം. വീണ്ടും മോദിക്ക് അനുകൂലമായ വീണ്ടും അഡ്വാൻറ്റേജ് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞാൽ അത് നിയമസഭയിൽ ആർക്ക് അനുകൂലമാണ്, ലോക്സഭാ മണ്ഡലത്തിൽ ആർക്ക് അനുകൂലമാണ് എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ചോദ്യമാണ്. അവിടെ ഫ്രാൻസിസ് ജോർജുമുണ്ട്, തോമസ് ചാഴികാടനുമുണ്ട്. ആർക്കൊപ്പമാണ്? ഒരു കാലത്ത് NDAയിലേക്ക് പോകുമെന്ന് കണക്കാക്കിയിരുന്നു KM മാണി. പക്ഷേ ആ വലിയ ചർച്ചകൾ നടന്നിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ ആ അർത്ഥത്തിൽ തോമസ് ചാഴികാടനോട് അവിടെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ നൽകുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. അതൊരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യമാണ്. നോക്കൂ, അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മോശമാണെന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ കൊള്ളാമെന്ന് പറയുന്നവർ കോട്ടയം മണ്ഡലത്തിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ പിണറായി സർക്കാർ എങ്ങനെയുണ്ട്? തോമസ് ചാഴികാടന് പ്രതീക്ഷ വെക്കാമോ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ചോദ്യമാണിത്. മികച്ചതാണോ മോശമാണോ പിണറായി സർക്കാർ? ചാഴികാടന്റെ പാർട്ടി തന്നെ ഭരണ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന വിലയിരുത്തൽ നോക്കൂ. മികച്ചതും വളരെ മികച്ചതും എന്ന് പറയുന്ന ആളുകളുടെ മികച്ചതെന്ന് പറയുന്നത് കേവലം 13% ആയിരിക്കുമ്പോൾ 48% ആളുകളാണ്. എഗെയിൻ ഒരു പ്രശ്നമാണ്. ചാഴിക്കാടന് ടെൻഷൻ വേണം. കാരണം ചാഴിക്കാടൻ പോപ്പുലറായ MP ആണ്. ചാഴിക്കാടന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ സർക്കാരിനോട്, കേരളത്തിലെ സർക്കാരിനോട് അത് അഴിമതിയുടെ കാര്യത്തിൽ, വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വലിയ ആന്റി ഇൻകംബൻസി നിൽക്കുന്നു. ഒപ്പം ഈ പറയുന്ന പ്രകടനത്തിന്റെ കാര്യത്തിലും വളരെ വലിയ ശക്തമായ ഒരു നമ്പറാണ്. മുന്നണി മാറ്റം ചാഴികാടന് വിനയായി. അതാണ് ചാഴിക്കാടനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും ചേരിയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഒരു ചോദ്യം ഇതാണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാഴികാടനെ വിലയിരുത്തുമോ അതല്ല പിണറായി സർക്കാരിനെ വിലയിരുത്തുമോ വോട്ടർമാർ എന്നതും പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് എത്തിയാൽ. അതെ, നമുക്ക് കമ്പാരിസണിലേക്ക് പോകാം. 1ഉം 2ഉം രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള പിണറായി വിജയൻ സർക്കാരുകൾ 1 and 2 അതിനെ എങ്ങനെയാണ് കോട്ടയം റേറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ സർക്കാരാകുമ്പോഴാണ് അതിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തുന്നത്, റോഷി മന്ത്രിയാകുന്നത്. നോക്കൂ 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കമ്പാരിസണിൽ മോശമായി എന്ന് പറയുന്നത് നോക്കൂ 78.5%. അതാണ് 78%. ആന്റി ഇൻകംബൻസി. കൗതുകകരമായ ഒരു കാര്യം, ഇൻഡിക്കേറ്റർ ആന്റി ഇൻകംബൻസി. രണ്ടാം പിണറായി സർക്കാരിലാണ് ചാഴികാടന്റെ പാർട്ടി ഭാഗമായിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ വളരെ മോശമാണ് എന്നാണ് 78.5 പേര് പറയുന്നത്. അതായത് മുന്നണി മാറ്റം വീണ്ടും ചാഴികാടന് വിനയാകുന്നു, പ്രശ്നമാകുന്നു. ചാഴികാടൻ ഡേഞ്ചർ സോണിലാണ് ആ അർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ മുന്നണി മാറ്റത്തിൽ വീഴുമോ ചാഴികാടൻ? അതെ, ആ ചാഴികാടന്റെ ചാട്ടം പിഴച്ചോ എന്നതാണ് ചോദ്യം. ചാഴികാടന്റെ ചാട്ടം പിഴച്ചോ, മുന്നണി മാറ്റം പിഴച്ചു പോയോ ചാഴികാടനെ സംബന്ധിച്ച് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡേഞ്ചർ സോണിലാണ്. ഫ്രാൻസിസ് ജോർജിന്റെ മുഖത്തൊരു ചിരി വന്നു തുടങ്ങി. അതെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോയാൽ എനിക്ക് തോന്നുന്നു അടുത്ത 2 ചോദ്യങ്ങളും സമാനമായ ഉത്തരങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ വളരെ വേഗം അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഇനി നമ്മൾക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് ഈ കോട്ടയം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയാണ് ആ മണ്ഡലത്തിലുള്ളവർ പിന്തുണയ്ക്കുക എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം KM മാണി തന്നെ മുഖ്യമന്ത്രിയായി വരും എന്നൊരു കാലത്ത് വിശ്വസിച്ചിരുന്നവർ പാലായിലെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. നമ്മൾ ആ ചോദ്യത്തിലേക്കാണ് ഇനി പോകേണ്ടത്. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോട്ടയത്തിന്റെ മനസ്സ് ആർക്കൊപ്പം എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുക? ഇതുവരെ കണ്ടതിൽ KK ശൈലജയ്ക്കാണ് ബഹുഭൂരിപക്ഷം പിന്തുണയും കിട്ടിയിരിക്കുന്നതെങ്കിൽ കോട്ടയം മണ്ഡലത്തിൽ ആർക്കാണ് എന്ന് നോക്കൂ. അത് ആരാണെന്ന് നോക്കൂ. സുരേഷ് ഗോപി നോക്കൂ, അതും 1% മാത്രം വ്യത്യാസം. 23-22. കോട്ടയം എങ്ങോട്ട് ടിൽറ്റ് ചെയ്യുന്നു? കോട്ടയത്തിന്റെ രാഷ്ട്രീയ കളപ്പുരയിൽ സംഭവിക്കുന്നത് എന്താണ്? വലിയ മാറ്റമാണ്. അവിടെ ചിലത് ഉറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിത് വിട്ടുപോയിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന നവകേരള സദസ് ആവശ്യമായിരുന്നില്ല എന്ന് പറയുന്നത് അവിടെ 73%. ചാഴികാടനെ ആ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർത്തിപ്പൊരിച്ചു. അതെ, ആ സമയത്ത് അവിടെ അത് നവകേരള സദസ് അനാവശ്യമായിരുന്നു എന്ന് പറയുന്നവർ 74%. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ആളുകളാണ് അവിടെ കൂടുതൽ, 48%. അങ്ങനെ വരുമ്പോൾ ഇതാ നോക്കൂ, VD സതീശൻ ഏറ്റവും 1ാം സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും വരുന്നു.
വെരി ക്ലിയർ, ഡേഞ്ചർ സോൺ എന്നല്ല, അപകടത്തിൽ തന്നെയാണ് വി ചാഴിക്കാടൻ. ഡി സതീശന് പ്രാധാന്യമുണ്ടെങ്കിൽ ഇതാണ് വീണ്ടും മുന്നണി മാറ്റം ചാഴികാടന് ഗുണം ചെയ്യില്ല എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിലെത്തുന്നത്. അന്തിമ ഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാഴികാടൻ കൂടി ഭാഗമായിരിക്കുന്ന ഇന്ത്യ മുന്നണി എങ്ങനെയാണ് കോട്ടയത്തിൽ? സുരേഷ് ഗോപിക്ക് 22% ആളുകൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത്, നരേന്ദ്രമോദിക്ക് 30% ആളുകൾ പിന്തുണ പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ഇഷ്ടപ്പെടുന്ന കോട്ടയം മണ്ഡലത്തിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നുണ്ടോ? എന്താണ് ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ വയ്ക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ മുന്നണി? 2 കേരള കോൺഗ്രസും ഭാഗമായ ഇന്ത്യ മുന്നണിയെ കുറിച്ചുള്ള ചോദ്യം. കോട്ടയത്തിന്റെ പ്രതികരണം ഇവിടെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാവുന്നുണ്ട് കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നോ അഥവാ ഇന്ത്യ മുന്നണി നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിന്റെ സ്വഭാവം വ്യക്തമായി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോട്ടയം മാറുന്നുണ്ട്, പഴയ കോട്ടയമല്ല, പുതിയ കോട്ടയം. കോട്ടകൾ പൊളിഞ്ഞു വരുന്ന രീതിയിൽ ഒരു പ്രതിഫലനം 32.3% പേര് ഇന്ത്യ മുന്നണി ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് കരുതുന്നു. 32 നഷ്ടമാകുമെന്ന് പറയുന്നതാവട്ടെ 11.5 പിന്നെ 10 ഏകദേശം 22%. സുരേഷ് ഗോപിക്ക് കിട്ടിയ പിന്തുണ 22% ഓർമ്മിക്കണം. അതെ, 22% സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ച കോട്ടയം മണ്ഡലം പറയുന്നു. 21% ആളുകൾ പറയുന്നു ഇന്ത്യ പിടിക്കില്ല ഇന്ത്യ മുന്നണി. 4ാം സ്ഥാനത്താണ് കേട്ടോ, 4ാം സ്ഥാനത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വി ഡി സതീശൻ, അത് കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപി, പിന്നെ കെ ശൈലജ, പിന്നെ പക്ഷേ ഞാനതിൽ ഒരു വ്യത്യസ്തത ഞാൻ കാണുന്നില്ല. കാരണം കോട്ടയത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നേരത്തെ നമ്മൾ വോട്ടോഗ്രാഫിൽ കണ്ടതുപോലെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും UDF-നോടൊപ്പം നിന്ന മണ്ഡലമാണ്. അത് ശരിയാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയോ? രമേശ് ചെന്നിത്തല കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം ജയിച്ചു. അത് കഴിഞ്ഞ് സുരേഷ് കുറുപ്പ് പിടിക്കുന്നു. 3 തവണ സുരേഷ് കുറുപ്പിനെ വിജയിപ്പിച്ചു. 2 തവണ ജോസ് കെ മാണിയെ പിന്നീട് വിജയിപ്പിച്ചു. 2014 അത് കഴിഞ്ഞ് ചാഴികാടനെ വിജയിപ്പിച്ചു. അത് കഴിഞ്ഞ് 2019 ചാഴിക്കാടനെ വിളിച്ചു. അപ്പൊ 3 തവണയായി. അപ്പൊ 3 ആയി. ഇനി ആ ഒരു ടേം ആർക്കാണ് ഒന്നത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. ജോസ് കെ മാണിയുടെ വരവോടുകൂടി പിണറായി വിജയന്റെ പ്രതിച്ഛായയ്ക്ക് വർധനമുണ്ടായിട്ടില്ല. അതായത് 2 രീതിയിൽ അത് ദോഷം ചെയ്തു. ഒന്ന്, ജോസ് കെ മാണിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്, ചാഴികാടന് ദോഷം ചെയ്യാൻ പോകുന്നുവെന്ന സൂചന. ഒപ്പം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹായിച്ചിട്ടില്ല. പാലാ പോയി, കോട്ടയവും പോകുന്നു എന്നൊരു ഉത്തരം ഇന്ന് നേരെ പറയണം. പാലാ തന്നെ പോയിരുന്നില്ലേ? പാല തന്നെ പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി മാറ്റം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ദോഷമേ ചെയ്തുള്ളൂ. അത് റോഷി അഗസ്റ്റിനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും കോട്ടയത്ത് തട്ടിൽ അത് വലിയ ഇളക്കം തട്ടിയിരിക്കുന്നു. ഇനി കണക്കിലേക്ക് നമ്മൾ വന്നാൽ കോട്ടയം ആർക്കൊപ്പം എന്നതാണ് ചോദ്യം. ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ഈ സർവേ കോട്ടയത്ത് അവസാനിച്ചത്. ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് മാണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വരുന്നതിന് മുൻപുള്ള ഫലസൂചനയാണ്. വിജയസാധ്യത ഏത് മുന്നണിക്ക്? നോക്കൂ, UDF എന്നതാണ്. കോട്ടയത്ത് UDF അട്ടിമറി വിജയം നേടും. അതായത് LDF-ന്റെ കോട്ട പിടിച്ചെടുക്കും. LDF-ന്റെ നമുക്ക് പറയാൻ കഴിയുമോ എന്നാണ്. UDF തന്നെ വിജയം ആവർത്തിക്കുമെന്ന്. 2019 വിജയം UDF ആവർത്തിക്കാൻ പോകുന്നു. അത് 40% വോട്ട് നേടി ആവർത്തിക്കാൻ പോകുന്നു. എന്നാൽ LDF 38%, 2% വ്യത്യാസമേ ഉള്ളൂ. അതെ, പോപ്പുലർ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ട കണക്കുകൾ ഇവിടെയും ഒരു ബ്ലാക്ക് ഹോഴ്സ് ഉണ്ട്. BJP 5% വർദ്ധിപ്പിക്കാൻ പോവാണ്. 17% നിന്ന് 5% വർദ്ധിപ്പിക്കാൻ പോകുന്നു. നോക്കൂ, ഇതിനകത്ത് ഒരു കൗതുകരമായ കണക്കുണ്ട്. UDF 40% ഇപ്രാവശ്യം നേടാൻ പോകുന്നത്. നേരത്തെ അവരുടെ ശതമാനം എത്രയായിരുന്നു? 46.25% അതായത് 6% വോട്ട് കുറയുന്നുണ്ട് UDF-ന് ഇപ്രാവശ്യം. അത് ആരുടെ വോട്ടാണ്? കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടാണ്. അത് കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് UDF-ന്റെ ശക്തി അവിടെ കുറയുന്നില്ല. ഫ്രാൻസിസ് ജോർജ് ആണ് സ്ഥാനാർത്ഥി. ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത് ചാഴിക്കാടനെ പോലെ തന്നെ സൗമ്യനായ ആളാണ്. KM ജോർജിന്റെ മകനാണ്. കേരള കോൺഗ്രസ് സ്ഥാപകനായ KM ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. വളരെ സൗമ്യനായ സ്ഥാനാർത്ഥിയാണ്. ഇടുക്കിയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആളാണ്. നല്ല പോരാളി തന്നെയാണ്. അപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ അഡ്വാൻറ്റേജ് UDF-നാണ്. 2% വ്യത്യാസത്തിൽ UDF ഈ കോട്ടയം മണ്ഡലം നിലനിർത്താൻ പോകുന്നു. ബ്ലാക്ക് ഹോഴ്സ് എന്ന നിലയ്ക്ക് BJP അവരുടെ വോട്ട് ശതമാനം ഉയർത്തുന്നു. ഒരു കണക്ക് വളരെ വ്യക്തമാണ്. 6-7% അപ്പുറത്തേക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി ഒരു ശക്തിയല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോട്ടയത്ത് കോൺഗ്രസ് ആണ് ശക്തി. കോൺഗ്രസിന്റെ എക്കാലത്തെയും ആവശ്യം കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളതായിരുന്നു. അവർക്ക് ഒരിക്കലും കോട്ടയത്ത് പറയട്ടെ, ഇത്തവണ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തിരുന്നു എങ്കിൽ BJP-ക്ക് കിട്ടിയ 22%, ഈ സർവേയിലെ പ്രൊജക്ഷൻ 22
സ്ഥാനത്തേക്ക് അവർ എത്തില്ല. കാരണം കോൺഗ്രസിലേക്ക് ഈ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ കേന്ദ്രീകരിക്കും. ഈ രമേശ് ചെന്നിത്തലയായിരുന്നു അവരുടെ ഏറ്റവും ഷുവർ ബെറ്റ്. അതെ, യാതൊരു സംശയമില്ല. രമേശ് ചെന്നിത്തല ഇത്തവണ കോട്ടയത്ത് മത്സരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ വിജയം സുനിശ്ചിതമായിരുന്നു. നല്ല ഭൂരിപക്ഷവും. കോട്ടയത്തിന് രമേശ് ചെന്നിത്തലയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കോട്ടയത്തിന്റെ സമുദായ ഇക്വേഷൻസ് ഇതെല്ലാം 22% എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു. 8%, 9%-ത്തിന് അപ്പുറത്തേക്ക് BJPയുടെ വോട്ട് വിഹിതം നോർമലി വർദ്ധിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ്. അവിടെയാണ് 22%-ന്റെ വർധനമുണ്ടായിരിക്കുന്നത്. ആ വർധനവിനെ പിടിച്ചു നിർത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് മൈനസ് UDF എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ശക്തി തന്നെയാണ്. 40% വോട്ടോടുകൂടി UDF അവിടെ പിടിച്ചെടുക്കും. 2% വ്യത്യാസമേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അതോടുകൂടി കേരള കോൺഗ്രസ് എമ്മിന്റെ ബാർഗെയിനിങ് പവർ വളരെ കുറയും. കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്രയും പെട്ടെന്ന് ഇടതുമുന്നണിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് UDFിലേക്ക് വരിക എന്നതാണ് പൊളിറ്റിക്കലി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സാധ്യത. ഈ കണക്കുകൾ നമ്മളോട് പറയുന്നു. കാരണം ആ മുന്നണി മാറ്റം കൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നേട്ടമുണ്ടായിട്ടില്ല. ആ മുന്നണി മാറ്റം കൊണ്ട് LDFിനും വലിയ ഗുണമുണ്ടായിട്ടില്ല. വളരെ വ്യക്തമായ സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ കോട്ടയം ആർക്കൊപ്പം നിൽക്കും? കോട്ടയം UDFിന്റെ കോട്ടയായി നിലനിൽക്കും. നമ്മളോടൊപ്പം പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രശാന്ത് തൊട്ടുങ്കൽ, നിലവിൽ UDFിന്റെ ഉറച്ച മണ്ഡലം UDFിനോടൊപ്പം തന്നെ നിൽക്കുമെന്നതാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ തന്നെയായിരിക്കുമോ? ചാഴികാടൻ ഒറ്റയ്ക്ക് നേടിയ ചാഴികാടന്റെ ഒരു MP എന്ന നിലയിലുള്ള പെർഫോമൻസിന് പോലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഈ രാഷ്ട്രീയ മാറ്റത്തെ. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോട്ടയത്തിൽ നിന്ന്? അടിയൊഴുക്കുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമായി എന്തായാലും കോട്ടയം മാറും എന്നുള്ളതാണ് കോട്ടയത്ത് നിന്ന് നോക്കുമ്പോഴുള്ള ഗ്രൗണ്ട് റിയാലിറ്റി. കാരണം കേരള കോൺഗ്രസുകൾ തമ്മിലാണ് മത്സരമെങ്കിലും, അടിസ്ഥാനപരമായ മത്സരമെങ്കിലും, അവർക്ക് CPMനെയും കോൺഗ്രസിനെയും അവരുടെ സംഘടനാ സംവിധാനത്തിനെയും ആശ്രയിക്കേണ്ട വലിയൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ഇപ്പോൾ UDF മണ്ഡലം എന്ന പെരുമ നിലനിർത്തുമ്പോൾ പോലും ഈ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ രണ്ട് പാർട്ടികൾക്കാണ്. ഇവരിൽ അധിഷ്ഠിതമായിരിക്കും വിജയവും നിർണ്ണയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ കേരള കോൺഗ്രസ് എം, അതായത് ചാഴിക്കാടനടക്കമുള്ളവരുടെ പാർട്ടിയുടെ അവകാശവാദം പ്രധാനമായും പരിശോധിക്കുമ്പോൾ LDFന് കിട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് VN വാസവനും അടക്കം മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലേക്ക് മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ വിജയസാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലേക്കാണ് അവർ പോകുന്നതെങ്കിൽ UDFിൽ നിന്ന് വിജയിച്ച് LDF പാളയത്തിലേക്ക് എത്തിയ ചാഴിക്കാടനോട് വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. അതുകൊണ്ട് ഇരു പാർട്ടികളുടെയും പ്രവർത്തനത്തെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു പോവുക. മാത്രവുമല്ല, പ്രധാനമായും കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി, അതായത് UDF വിട്ട് ഇടതുമുന്നണി പാളയത്തിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലത്തിലെ 12 ബ്ലോക്കുകളിൽ 11 തങ്ങളുടെ കൈക്കലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതായത് LDFനൊപ്പം ചേർന്നപ്പോൾ LDFിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള വലിയ നേട്ടമായി അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം മണ്ഡലത്തിൽ നിയമസഭയുടെ വോട്ടുകൾ തമ്മിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 30,000-നടുത്ത വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അവകാശവാദം അവർ മുന്നോട്ട് വെക്കുന്നു. അതാണ് ചാഴിക്കാടൻ അടങ്ങുന്ന LDF അവരുടെ ഒരു വിജയ സാധ്യത മുൻനിർത്തി പറയുന്നത്. എന്നാൽ ഈ മണ്ഡലത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള UDF സ്വഭാവം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ LDFന് ഈ മണ്ഡലങ്ങളുടെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ LDF പരിശോധിക്കുന്ന ഫാക്ടർ ഒന്ന് ചാഴിക്കാടന്റെ പൊതുസമ്മതിയാണ്. ആരെയും പിണക്കാത്ത ഒരു വ്യക്തിത്വമുണ്ട്, എല്ലാവരോടും വളരെ സൗമ്യനായി ഇടപെടുന്ന ഒരു വ്യക്തിത്വം. ഒപ്പം ഈ CPMന്റെ അടിത്തറ അടക്കം ഉപയോഗിക്കാവുന്നുള്ളത്. എന്നാൽ കോൺഗ്രസ് പാളയത്തിലാകട്ടെ ശക്തരായിട്ടുള്ള MLAമാരാണ് ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ UDFിനുള്ളത്. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ് എന്നിങ്ങനെയുള്ള വലിയൊരു താരനിര തന്നെ ആ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കും. ഒപ്പം പ്രശാന്ത്, ഒരു കാര്യം ഉറപ്പാണ്, ഫ്രാൻസിസ് ജോർജിൽ അവിടെ 25,000 മുതൽ ഒരു 40,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിനുള്ള സാധ്യത നിലവിൽ നമ്മൾ കാണും. നമ്പർ 2, ഇതിൽ BDJS ആണ് ഇനി ഒരു ഫാക്ടർ ആവാൻ പോകുന്നത്. BDJS ആണ് അവിടെ മത്സരിക്കാൻ പോകുന്നതെങ്കിൽ, തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിക്കാൻ പോകുന്നതെങ്കിൽ, നിലവിൽ BJPക്ക് വോട്ട് ചെയ്തിരുന്നവരിൽ എത്ര പേർ BDJSന് വോട്ട് ചെയ്യുമെന്നത് പ്രധാനപ്പെട്ടത്. ഇനി നമ്പർ 3, മൂന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നിലവിൽ MLAമാർ 4 പേരും വളരെ ശക്തരാണ്. അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി വോട്ടുകൾ ഫ്രാൻസിസ് ജോർജിനോടൊപ്പം എത്തിക്കും. കാരണം മാണി സി കാപ്പൻ പരമാവധി പാലയിൽ നിന്ന് വോട്ടെത്തിക്കും, പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടിയുമ്മൻ വോട്ടെത്തിക്കും, കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂർ വോട്ടെത്തിക്കും, പിറവത്ത് നിന്നും അനൂപ് ജേക്കബും വോട്ടെത്തിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ വാശിയോടുകൂടി MLAമാർ മത്സരത്തിനിറങ്ങിയാൽ
പിന്നെ മോൻസിന്റെ മണ്ഡലമുണ്ട്, കടത്തുരുത്തിയും ഈ മണ്ഡലത്തിലാണ് ഞാൻ കോട്ടയം. കൂട്ടാതിരുന്നത്. അതെ. കാരണം അതിന് പ്രത്യേക രാഷ്ട്രീയ സമവാക്യങ്ങളുണ്ടല്ലോ. അതെ. അപ്പോ പക്ഷേ എങ്കിൽ പോലും മോൻസും മത്സരത്തിന് ഇറങ്ങിയാൽ എങ്കിലും ഈ MLA-മാരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ MLA-മാരുടെ എണ്ണം അത് നോക്കി കണക്കാക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഫാക്ടർ കൂടി കോട്ടയത്തിനുണ്ട്. നമ്മൾ ഈ നഗരം ഗ്രാമം തിരിച്ചുകൂടി ഈ മണ്ഡലത്തെ വിലയിരുത്തേണ്ടതുണ്ട്. കോട്ടയത്തിന്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനം മാറ്റാത്ത ഗ്രാമീണ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 65%-ലധികമാണ് കോട്ടയം മണ്ഡലത്തിൽ. അതാണ് എപ്പോഴും രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ സുരേഷ് കുറുപ്പ് ഒന്നിൽ ഉറച്ചു കഴിഞ്ഞാൽ അതിൽ തുടരുക, UDF ഉറച്ചു കഴിഞ്ഞാൽ അതിൽ തുടരാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ഒരു ട്രെൻഡ് നമുക്ക് കോട്ടയത്ത് എടുത്തു നോക്കിയാൽ കാണാം. 3-3-3 അങ്ങനെ നിൽക്കുന്നു. അത് 4 ആകാൻ ഒരു കാര്യം നമുക്ക് പറഞ്ഞേ മതിയാവൂ, കോട്ടയത്ത് UDF-ന് കിട്ടിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഫ്രാൻസിസ് ജോർജ്. LDF കിട്ടിയ സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന ചാഴികാടൻ. ഇനി BJP-യോ BDJS-ഓ? ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുക രമേശ് ചെന്നിത്തലയായിരിക്കും. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് അറിയാം. കോട്ടയം കയ്യിലെ മണ്ഡലമാണ്. അതെ അതെ അതെ. അപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് മെഗാ പ്രീപോൾ സർവേ എത്തുമ്പോൾ ഫൈനൽ റിസൾട്ടിലേക്ക് നമുക്ക് പോകാം. 16 മണ്ഡലങ്ങൾ. അതെ. ഇനി 4 മണ്ഡലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 16 മണ്ഡലങ്ങളിലെ ഫലങ്ങൾ എത്തുമ്പോൾ LDF-ന് ആശ്വാസം 4-ലേക്ക് ഉയർന്നിരിക്കുന്നു. 1-ൽ നിന്ന് 4-ലേക്കുള്ള കുതിപ്പ് 2-ൽ നിന്ന് 4-ലേക്ക്. അത് പക്ഷേ UDF എടുത്തതിനെ വാങ്ങിയതാണ്. അപ്പോൾ 2-ൽ നിന്ന് 4-ലേക്ക് 2019 വെച്ച് നോക്കിയാൽ 1-ൽ നിന്ന് 4-ലേക്ക് LDF ഉയർന്നിരിക്കുന്നു. UDF ആവട്ടെ 16-ൽ 12 എണ്ണത്തിലേക്ക് മാറിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട്, പൊന്നാനി, ഇടുക്കി, കോഴിക്കോട്, ആലപ്പുഴ, ചാലക്കുടി, പാലക്കാട്, എറണാകുളം, കോട്ടയം എന്നീ മണ്ഡലങ്ങൾ UDF-നോടൊപ്പം. അതെ. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റമൊന്നും കോട്ടയം UDF-ന് നഷ്ടപ്പെടുത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നോക്കൂ, കോട്ടയം, മാവേലിക്കര, പത്തനംതിട്ട 3 മണ്ഡലങ്ങളാണ്. കാസർഗോഡ് അല്ല, കോട്ടയത്ത് LDF അല്ല, കോട്ടയത്ത് UDF ആണ്. മാവേലിക്കര, പത്തനംതിട്ട, കാസർഗോഡ്, കണ്ണൂർ, കാസർഗോഡ് ഈ 4 മണ്ഡലങ്ങളാണ് LDF-നോടൊപ്പം. ഇതിലൊരു കൗതുകമുണ്ട്. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ 18-2 ടാലി വെച്ചായാലും കണ്ണൂർ, കോട്ടയവും ആലപ്പുഴയും കയ്യിൽ നിന്ന് പോയി, മറ്റു 4 എണ്ണം കയ്യിലേക്ക് വരും. അതെ, മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വളരെ കൗതുകകരമായ മാറ്റമായിരിക്കും. ഇനി സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം ഒരു വരവ് കൂടി നമുക്ക് വരേണ്ടി വരും. അതെ. യഥാർത്ഥത്തിലുള്ള ചിത്രം എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഇനി 4 മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നാളെ വീണ്ടും എത്താം വൈകുന്നേരം 6:30 റിപ്പോർട്ട് മെഗാ പ്രീ പോൾ സർവേ ഫലങ്ങളുമായി.